ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു തവണ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡേ ആണ്. അതുപോലെ തന്നെ ഹെന്നയും ഇൻഡിഗോയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാനായിട്ട് പറ്റും. പിന്നീട് നമുക്ക് മുടിയൊക്കെ ഒന്ന് ബ്ലാക്കാക്കി എടുക്കണമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡൈ തയ്യാറാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അലർജി ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളിത് ഒരു തവണ കുറച്ച് ടൈം ഇതിനായിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ തന്നെ നെല്ലിക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ നമ്മൾ ഇൻഡിഗോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇൻഡിഗോ പൗഡർ അലർജി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോ പൗഡറിൻ്റെ അലർജി ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരൊറ്റ സ്പൂൺ അളവിൽ നമ്മൾ കത്ത പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ നന്നായിട്ട് കറുപ്പാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പൗഡറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങണം. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ആയുർവേദ ഷോപ്പിലും അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 4-5 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉണക്കി എടുത്തതിൽ നിന്നുകൂടി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കിയെടുത്ത് നമുക്ക് അതിൻ്റെ ഒരു പൗഡറായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഹെയർ മാസ്ക് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു പൊടിയിലേക്കാണ് നമ്മളിത് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ പൊടി ആയതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ സ്റ്റേജ് കഴിയുന്നതോറും ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി മാറി വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ വറ്റി വരുമ്പോൾ ഇത് നല്ല ബ്ലാക്ക് കളറായി വരും. ഇപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറാണ്. പിന്നെ നല്ലപോലെ ഇത് വറ്റി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതിവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കളർ കണ്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഹെയർ ഡൈ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതെടുത്ത് അപ്ലൈ ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് നേരെയുള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മളിതിൽ ഒരു പൗഡർ ഫോമിലാക്കിയാണ് കേട്ടോ ഇതെടുക്കുന്നത്. കാരണം നമുക്കിത് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പൗഡർ ഫോമിലാക്കിയാണ് എടുക്കുന്നത്. നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ.
ഒറ്റ കേസിൽ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ഒരു തവണ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഡ്രൈ ആയ പോലെ ഇത് കുറച്ചുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കട്ടെ. ഇപ്പോൾ നല്ല ചൂടാണ്, ചൂടൊക്കെ ഒന്ന് തണുത്ത് ഇത് ഒരു ദിവസം ഫുള്ളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കട്ടെ. അപ്പോൾ തന്നെ ഇത് നല്ലപോലെ ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിലെന്തെങ്കിലും വേറെ നമുക്ക് ആഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് ഒന്ന് നല്ലപോലെ ഡ്രൈ ആയി വരണം. അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലായി വന്നിട്ടുണ്ട്. ഞാനൊരു 2 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതുപോലായി വന്നിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ച് തന്നെ എടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലാക്കി എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഡൈ ചെയ്യാനൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ ഇതിൽ നിന്ന് കുറച്ച് ഒരു ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള വാട്ടർ ഒഴിക്കുന്നതിനേക്കാളും നമ്മളിപ്പോൾ ഇതിൽ പച്ചനെല്ലിക്ക അരച്ച് ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കൊരു 2-3 പച്ചനെല്ലിക്ക എടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ ആ നീരെടുത്തിട്ട് ഈ ഒരു പൊടിയിൽ മിക്സ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കോഫി പൗഡർ 2 സ്പൂൺ എടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് അതും നമുക്ക് ഈ ഒരു പൊടിയിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം. തേയില വെള്ളം ആണെങ്കിലും തേച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പനിക്കൂർക്ക അതുപോലെ നമ്മുടെ ചെമ്പരത്തിയില ഇതൊക്കെ ഒന്ന് അരച്ചെടുത്ത് അതിൻ്റെ നീരിൽ വേണമെങ്കിലും ഈ പൊടി നമുക്ക് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുക്കാം. എങ്ങനെ തേച്ചാലും നമുക്ക് നല്ലതാണ് കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടറിൽ ഈ പൊടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുത്താൽ മതി. നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒട്ടും ഓയിൽ ഉണ്ടാവരുത്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ പൊടി നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവൂ കേട്ടോ. ഷാമ്പോ തലയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. അതിലേക്ക് ഞാനിവിടെ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ച് പൊടി അതിൽ ഉണ്ട്. അത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഇതിലൊന്ന് വെച്ചേക്കുക. ഡ്രൈ ആയിരിക്കുന്നതൊക്കെ ഒന്ന് വെള്ളമായിട്ടൊന്ന് മിക്സായി വരണം. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടിരുന്നതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. കാരണം അത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരുമ്പ് ചട്ടിയുടെ എല്ലാ സൈഡിലും ഇരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അത് പെട്ടെന്നൊന്നും അലിഞ്ഞ് വരാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തപ്പോഴേക്കും നമുക്ക് ഒരു തവണ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും ഹെയർ ഡൈ നമുക്ക് അതിൽ നിന്ന് കിട്ടി കേട്ടോ. കണ്ടോ, നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വളരെ കുറച്ച് മതി നമുക്കിത് ഒരു തവണത്തേക്ക് അപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട്. കാരണം ആ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടായിരുന്ന അത്രയും മാത്രമാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നരച്ച മുടിയൊക്കെ ഒന്ന് മാറ്റി ബ്ലാക്ക് കളറാക്കി എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഹെന്നയും ഇൻഡിഗോയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പ്രായക്കാർക്ക് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒരു തവണ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.